ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഞാൻ കുറേ പ്ലാനുകളുമായി വ്ളോഗൊക്കെ എടുത്ത് നാട്ടിൽ പോകുന്നതിന് മുന്നേ ഉള്ള വ്ളോഗ്, നാട്ടിൽ പോയതിന് ശേഷമുള്ള വ്ളോഗ്, ഈ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് എന്താ പറയുക, അത് ഇടാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പോയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിപ്പോയി. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ എൻഗേജ്മെൻ്റൊക്കെ ആയിരുന്നു. സോ അതിൻ്റെ തിരക്കും എല്ലാം കൂടി എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിപ്പോയി. കാരണം എൻ്റെ ഫ്രണ്ട്സാരും നാട്ടിലില്ല. അപ്പോൾ ക്യാമറ പിടിക്കണമല്ലോ ഒരാൾ, എന്തായാലും വ്ളോഗ് എടുക്കണമെങ്കിൽ. പിന്നെ അതും പറഞ്ഞിട്ട് എൻഗേജ്മെൻ്റ് കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് പിന്നെ വീട് പണി നടക്കുവാണ്. സോ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് കൂടി നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു ത്രോ ബാക്ക് എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഇതെല്ലാം കാണിക്കാം. ഇനിയിപ്പോൾ അതേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ അവിടെ ഇവിടെയായിട്ടൊക്കെ കുറച്ച് വിഷ്വൽ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചത് ആകെപ്പാടെ ഒരു മെമ്മറി ആയിട്ടുള്ളൂ. സോ കഥ ആരംഭിക്കുന്നത് നമ്മുടെ നാട്ടിൽ പോകുന്ന പ്രിപ്പറേഷൻസിലോട്ടാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ എന്താണെന്നുള്ളത് വ്ളോഗ് കണ്ടാൽ മതി. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ലാസ്റ്റ് ബ്രോഡ്വേ പോയിട്ട് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ ഉണ്ടെന്ന് പറ, നിങ്ങളെല്ലാവരും എങ്ങനെയുണ്ടെന്ന് റേറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ക്രിസ്മസ് ട്രീ, പിന്നെ ബാക്കി നമ്മളത്തെ ഇതൊക്കെ തന്നെ. അല്ലാണ്ട് വീട് ഫുള്ള് നിറയ്ക്കുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ചില്ല. ഇത് പിന്നെ പുറത്ത് നമ്മുടെ ബാൽക്കണിയിൽ ചെറിയൊരു ഡെക്കറേഷൻ, അങ്ങനെ ഇങ്ങനെയുണ്ട്. പക്ഷേ ഇത് രാത്രിയാണ് നല്ല രസമാണ് കേട്ടോ. ഈ ലൈറ്റൊക്കെ കുറച്ചുകൂടി ഒരു പ്രൊജക്റ്റായിട്ട് ഇരിക്കും, നല്ല രസമാണ് രാത്രിയാണ്. പിന്നെ നമ്മൾ ബുദ്ധന്മാർക്ക് കമ്പനിയായിട്ട് 2 ക്രിസ്മസ് പാപ്പേനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സാന്റാൻ്റെ സെറാമിക്കിൽ വരുന്ന 2 സംഭവങ്ങൾ. ഞാൻ എൻ്റെ PC-ൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. അവരിവിടെ വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് കമ്പനി അങ്ങ് പോകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മുടെ പുള്ളിമാനുണ്ട് കേട്ടോ. നമ്മുടെ പുള്ളിമാനെ ലൈവിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അത് നടന്നില്ല. കാരണം ഇതിന് ഭയങ്കര ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ അത് ക്യാമറയിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മളതിനെ ഇവിടെ നൈസായിട്ട് പ്ലേസ് ചെയ്ത്. എന്തുപടി ആരെ നോക്കുവോ നീ ആരെ നോക്കുവാ? കുറേ നാളായി നമ്മൾ എന്താ പറയുക, മുടിയും താടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 1-1.5 മാസമൊക്കെയാണ് മുടിയൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് വളർത്തിയതാണ്. അതായത് നമ്മൾ കുറേ മുടിയും ഇതൊക്കെ വളർത്തിയിട്ട് പെട്ടെന്ന് വെട്ടുമ്പോഴത്തേക്കും ഒരു മുഖത്തിന് വെട്ടം വരുമല്ലോ. അപ്പോൾ ആ വെട്ടം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര വൃത്തികേടായിട്ട് ഇത് വളർത്തിയത്. അപ്പോൾ അതുപോലെ പിന്നെ നമ്മൾ നാളെ നാട്ടിൽ പോവാണ്. പിന്നെ ക്രിസ്മസ് ഒക്കെ ആണല്ലോ, ഫുൾ പരിപാടിയൊക്കെയാണ്. സോ അതൊക്കെ ആയതുകൊണ്ട് നമുക്ക് മൊത്തത്തിലൊന്ന് സെറ്റ് ആവണം. അതായത് ഞാൻ നേരെ പോകുന്നത് നമ്മുടെ അനീഷേട്ടൻ്റെ കടയിലാണ്. അനീഷേട്ടൻസ് ഹെയർ സ്റ്റുഡിയോ. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അനീഷേട്ടൻ്റെ കട, ബാർബി 7. അനീഷേട്ടത്തിട്ടുണ്ട്. ബൈക്കിൽ കുരുങ്ങി. എല്ലാ പ്രാവശ്യം വരുമ്പോഴും എനിക്കൊരു ഉളുപ്പ് വന്നു തുടങ്ങി. എല്ലാ പ്രാവശ്യം വരുമ്പോഴും ക്യാമറ ഓടിച്ചോണ്ട് വരും. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് പക്ഷെ വന്നില്ല. ഇത് രണ്ടും ഇപ്രാവശ്യം റെഡിയാക്കാം. അനീഷേട്ടാ സത്യല്ലേ? ശരിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറ്റേ കാര്യമായിട്ടൊക്കെ ഇടാന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഫുൾ ഇതായി. ഡ്രൈ ഞങ്ങൊന്ന് വാഷ് കിട്ടാ. താരം നല്ലോണം കയറി ഡ്രൈ. AC കൂടി ഇടുമ്പോഴേ നല്ല രീതിയിൽ ഇതാവും. കഴിഞ്ഞ വർഷത്തെ ഇറ്റാലിയൻ മൊസ്റ്റാച്ച് കൊള്ളായിരുന്നു കേട്ടാ. പക്ഷെ അത് കൊള്ളായിരുന്നു. ശരിക്കുള്ള ഇറ്റാലിയൻ മൊസ്റ്റാച്ച് വെട്ടണം ഇപ്രാവശ്യം. ഞാനൊരു മോഡൽ വീഡിയോ കൊണ്ടുവന്നായിരുന്നു. മോഡലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ. അനീഷേട്ടൻ അടിപൊളിയായിട്ട് നമുക്ക് മുടിയൊക്കെ വെട്ടി തന്നു. പക്ഷേ എൻ്റെ ഇറ്റാലിയൻ മൊസ്റ്റാച്ച് ചെറുതായിട്ടൊന്ന് കളിയോന്നിരുന്ന വിഷയം. പക്ഷേ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ഇട്ട് തന്നു. ഗൈസ്, നമ്മളങ്ങനെ മുടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അനീഷേട്ടൻ എങ്ങനെയുണ്ട്? ഞാനല്ലേ വിട്ടു. അനീഷേട്ടാ, ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ഞാൻ അന്നും ചോദിച്ചു. വീഗലാൻഡ് പോകണമായിരിക്കല്ലേ? ഓക്കെ. കേസ് അപ്പോൾ അടുത്തുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി. ഓഫർ കൊടുക്കൂലേ? ഓക്കെ.
അപ്പോൾ ബൈ, പോട്ടെ. മെരി ക്രിസ്മസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. എങ്ങനെയുണ്ട് എൻ്റെ ഇറ്റാലിയൻ മൊസ്റ്റാഷ്? മീശ ഇല്ലാത്തവർക്കൊക്കെ ഇറ്റാലിയൻ മൊസ്റ്റാഷ് വെക്കാം കേട്ടോ. മീശ വയ്ക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഇറ്റാലിയൻ മൊസ്റ്റാഷ് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ്. വീട്ടിലോട്ടൊന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്കൊന്ന് പുറത്തോട്ട് പോകണം. കുറച്ച് ഡ്രസ്സ് സംഭവങ്ങളൊക്കെ എടുക്കണ്ട കേട്ടോ. ക്രിസ്മസ് ഒക്കെ അല്ലേ, കുറച്ച് പർച്ചേസ് നടത്തി വയ്ക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് H&Mലോട്ടാണ്. നമുക്ക് കുറച്ച് പാൻറ്റും സംഭവങ്ങളൊക്കെ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലുലുവിൽ പോയിട്ട് നമുക്ക് നാളെ വീട്ടിൽ പോകുമല്ലോ. അപ്പോൾ കേക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് വീട്ടിലെത്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെറിയൊരു പർച്ചേസ്. അയ്യോ, എന്തൊരു തിരക്കാന്നറിയാം. സത്യം പറഞ്ഞാൽ കാക്കനാട് ഇപ്പം തിരക്കിന്റെ കൊടുമുടിയിലാണ് ശരിക്കും. പണി കഴിയുന്നവരെ ഇച്ചിരി ടഫ്. ഒന്നും വഴിയില്ല ചേട്ടാ, എന്റെ മേത്തൂടി കയറ്റി ഇറക്കാണ്ട് ഞാൻ ഒരു അടി അനക്കൂലല്ല. ഫ്രണ്ടില് ഒരു സൂചി കുത്തോളം സ്ഥലമില്ല. ചേട്ടൻ കേറി വരിക. മെട്രോയുടെ പില്ലേഴ്സൊക്കെ എല്ലാം ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞ്. പക്ഷേ 1 വർഷം കൊണ്ട് പണി തീരുമായിരിക്കും അല്ലേ? നല്ല പെട്ടെന്ന് പണിയൊക്കെ നടക്കുന്നത്. അപ്പോൾ പില്ലേഴ്സ് എല്ലായിടത്തും ഓൾമോസ്റ്റ് പില്ലേഴ്സ് ആയിട്ടുണ്ട്. We are in H&M. How's the pant? How's the... ഇതെങ്ങനെയുണ്ട്? സെറ്റല്ലേ? നമ്മൾ H&Mൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ നമ്മൾ ലുലുവിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് അടുത്ത് തന്നെ ലുലു. ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. നമ്മൾ കുറച്ച് പാൻറ്റും സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലുലുവിൽ പോകാം. ലുലുവിൽ ക്യാമറ അലോഡല്ല, നമുക്ക് പറ്റുന്ന പോലെ നോക്കാം. നമ്മുടെ വീട്ടിലത്തേക്ക് കൊണ്ടുപോകാൻ കുറേ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലത്തേക്ക് പ്ലം കേക്കാണല്ലോ മെയിൻ, പ്ലം കേക്ക് ആൻഡ് വൈൻ. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കരാസ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഇരിപ്പുണ്ട് എല്ലാം. ഇനി നേരെ വീട്ടിൽ പോകണം. ഇനി നാളെ നമ്മുടെ വണ്ടി കഴുകാൻ കൊടുക്കണം, പിന്നെ ഇവനെ ബോർഡിങ്ങിലാക്കണം. അങ്ങനത്തെ കുറേ പരിപാടികളാണ് നാളെ ഉള്ളത്. ഗൈസ്, നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 23rd ഇന്നാണ് നമ്മൾ നാട്ടിൽ പോകുന്നത്. സോ അതിൻ്റെ പരിപാടികളാണ്. നമ്മളിപ്പം രാവിലെ എണീറ്റ് ഒന്നും കഴിച്ചില്ല. ഇവയ്ക്ക് ഫുഡും കൊടുത്തിട്ട് നേരെ നമ്മൾ കാറ് വാഷ് ചെയ്യാനാ പോണത്. എന്തായാലും കാറ് പൊടി അടിക്കും നാട്ടിൽ പോകുമ്പോഴത്തേക്കും. ക്ലീൻ ആയിട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു ഫ്രഷ് ഫീലാണ്. പിന്നെ നമ്മൾ കുറേ ലോണ്ടറിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറേ ബെഡ്ഷീറ്റ്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കളക്ട് ചെയ്യണം. പിന്നെ ഇവനെ 5 മണിക്ക് ബോർഡിങ് ആക്കണം. പിന്നെ നമുക്കൊരു പ്രമോഷൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അങ്ങനെ ഇന്നൊരു തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടി ബാഗ് പാക്ക് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. MVD കൊണ്ടുപോയി തന്നെ നമ്മളപ്പോൾ കാർ വാഷ് ചെയ്യാൻ പോകുന്നത് ഓട്ടോഡ്രോമിലാണ്. ഇവിടെ പ്രമോഷൻ ഒന്നുമല്ല ഗൈസ്. ഞാനിപ്പോൾ സ്ഥിരം ഓട്ടോഡ്രോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏരൂർ ഉള്ളൊരു വാഷിംഗ് സെൻ്ററിലാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അവിടെ. എല്ലായിടത്തും ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ എല്ലായിടത്തും പറയേ. നമ്മളിപ്പോൾ ബോർഡിങ്ങിലോട്ട് പോവാ. ഇവനെ ബോർഡിങ്ങിലാക്കാൻ വേണ്ടിയിട്ട്. ഇവനെ ബോർഡിങ്ങിലാക്കിയിട്ട് കാർ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇവിടെ മുടി വീണ്ടും ഇതിൻ്റെ അകത്താവും. ആസ് യൂഷ്വൽ നമ്മുടെ പ്ലാനൊക്കെ ചേഞ്ച് ആവുന്ന പോലെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് നല്ലത്. അല്ലെങ്കിൽ വണ്ടി മൊത്തവും ഇവരുടെ മുടി വീണ്ടും ആവും. മനസ്സിലായോ? അപ്പോൾ ഇവരുടെ കൊണ്ട് ബോർഡിങ്ങിൽ ആക്കാൻ പോവാണ്. ആക്കിയിട്ട് വേണം ഇനി വണ്ടി കഴുകാൻ പോകാൻ. നമ്മൾ ബോർഡിങ്ങിലെത്തി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവനെ ഇപ്പോൾ അവരൊന്ന് കൊണ്ടുപോകും. അടുത്ത ക്രിസ്മസിനെ വീട്ടിൽ കൊണ്ടുപോകാവേ കേട്ടോ. നമ്മുടെ വീട് ചെറിയ പണിയും കടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇവനെ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്നതാണ് ഞാൻ വിചാരിക്കണേ. എല്ലാം സെറ്റ് ആവുകയാണെങ്കിൽ ഇവനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ലേ ഇവ സാർ? ബോർഡിങ്ങിൽ പോകണം. ഇവ
ഹാപ്പി ക്രിസ്മസ് ഇവ. നമ്മൾ കാർ വാഷിന് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഓട്ടോഡ്രോം നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ച ആ സ്ഥലത്ത് തന്നെയാണ് വന്നിട്ടുള്ള. വണ്ടിയിൽ വലിയ പൊടിയെന്ന് പറയുന്നില്ല, എന്നാലും പൊടിയൊക്കെ ഉണ്ട്. കുറേ കാക്കയുടെ കലാവിരുതുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഫുള്ളൊന്ന് കഴുകി സെറ്റാക്കാം. ഓ മൈ ഗോഡ്, നമ്മുടെ വണ്ടി കഴുകുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ കഴുകി കിട്ടി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. നല്ല മണം. ഇവർ നല്ല പെർഫ്യൂം അടിക്കും വണ്ടിക്കകത്ത് വാഷ് ചെയ്തതിന് ശേഷം. നല്ല സ്മെല്ലാണ്. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് അടുത്ത പരിപാടി നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സും സംഭവങ്ങളെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലോട്ട് പോവാണ്. ഞാൻ 23rd ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത്. 23rd നൈറ്റാണ്. അത് 24th മോർണിംഗ് വീട്ടിലെത്തുന്ന കണക്കാണ് ഞാൻ പോയത്. എപ്പോഴും പോകുന്ന തന്നെ രാത്രിയാണ് പോയത്. രാത്രി പോയത് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി സ്ട്രീറ്റ് വ്യൂസ് ഒക്കെ ആയിരുന്നു. കാരണം ക്രിസ്മസ് എന്ന് പറയുന്നത് അറിയില്ല, ഭയങ്കര സ്പെഷ്യലാണ്. എല്ലായിടത്തും ലൈറ്റും സംഭവങ്ങളും സ്റ്റാർസും ഒക്കെ ആയിരിക്കും. കുറേ കരോളും അതും ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്താണ് ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയത്. അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ നാട് അമരവിള വേറെ ലെവലായിരുന്നു. കാരണം ക്രിസ്മസിന് നമ്മുടെ അമരവിള ആ ഒരു ഭാഗം മൊത്തവും കളേഴ്സ് കൊണ്ട്, അതായത് ലൈറ്റ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ്. കാരണം നമ്മുടെ പള്ളിയായാലും അതുപോലെ തന്നെ അവിടുത്തെ ആ സ്ട്രീറ്റ് ഫുള്ളും എപ്പോഴും ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. ആസ് യൂഷ്വൽ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. നമ്മുടെ വീട്ടിലൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വീട്ടിൽ കുറച്ച് പണികളും കാര്യങ്ങളും, വീട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് പണികളും സംഭവങ്ങളൊക്കെ നടക്കുകയാണ്. ചേട്ടൻ്റെ ഒരു മാരേജ് മിക്കവാറും നെക്സ്റ്റ് ഇയർ ഉണ്ടാവും. സോ അതുകൊണ്ട് നമ്മുടെ വീട് കുറച്ച് പണിയും മെയിൻ്റെനൻസ് ഒക്കെ നടക്കുവാണ്. എന്താ വീടിൻ്റെ അകത്തും പണിയൊക്കെ കിടക്കുകയാണ്. എല്ലായിടത്തും പണി കിടക്കുകയാണ്. കിച്ചൻ്റെ പണി, അതുപോലെ തന്നെ എന്താ പറയുക, ഇവിടെയായിരുന്നു നമ്മുടെ വിൻഡോ. അപ്പോൾ അത്രയും നമ്മൾ കവർ ചെയ്തിട്ട് വിൻഡോ ഇങ്ങോട്ടാക്കി. അപ്പോൾ ഫുള്ള് പൊടിയും സംഭവങ്ങളൊക്കെയാണ്. വീട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറേ നാളായി. സോ ഞാനെന്തായാലും പെട്ടെന്ന് റെഡി ആവട്ടെ. ടൈം പോകുന്നുണ്ട്. ഇപ്പം 10-11 മണിയായി, 10-10:30 ആയി. അപ്പോൾ എന്നെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇപ്പം വിളിച്ചിട്ട് അമ്മ. പിന്നെ അമ്മയുടെ ഗാർഡൻ മൊത്തം താഴോട്ടാക്കി. ഇതായിരുന്നു നമ്മുടെ ഇത്. ഇത്രയും ടെറസിൻ്റെ മുകളിലിരുന്ന സാധനങ്ങളതല്ല, അതിനെല്ലാം താഴോട്ടൊക്കെ ഇറക്കി. അമ്മയുടെ നല്ല ചൂട് ദോശയ്ക്ക് രാവിലെ ചൂട് ദോശയായിരുന്നു, ഇപ്പം ചൂട് ദോശയല്ല. അമ്മ പപ്പടം ഉണ്ടോ? അടുത്ത പ്രാവശ്യം കാണുമ്പോഴത്തേക്കും ഈ കിച്ചണൊക്കെ മാറത്തില്ലേ ഇവിടെ നിന്ന്? ആണല്ലേ. വീടൊക്കെ പണി കിടക്കണം. അപ്പോൾ കിച്ചണെല്ലാം സെറ്റാക്കും, അടുക്കള സെറ്റാക്കും, എല്ലാം സെറ്റാക്കണം. ഇതുണ്ടോ, ഇവിടെയായിരുന്നു നമ്മുടെ ജനൽ. അപ്പോൾ അത് മാറ്റി ഇങ്ങോട്ടാക്കി. പിന്നെ പെയിൻറ്റിങ് സംഭവങ്ങളെല്ലാം ചെയ്യുവാണ്. പിന്നെ എനിക്ക് ഫുള്ള് തിരക്കായിരുന്നു സത്യം പറഞ്ഞാൽ. വീട്ടിൽ പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ അമ്മ എന്നെ ഏറ്റെടുത്തു. പിന്നെ വാ മക്കളെ, വാ അങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, അവിടെ പോ, ഇവിടെ പോ. കാരണം എൻഗേജ്മെൻറ്റ് നമുക്കിവിടെ സത്യം പറഞ്ഞാൽ വളയിടൽ ചടങ്ങെന്നാണ് പറയുന്നത് ഇതിന് ഞങ്ങളുടെ ഇവിടെ. അതിനായിട്ടുള്ള കുറേ ഡ്രസ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറച്ച് ബന്ധക്കാരെ വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു. അതിൻ്റെ അങ്ങോട്ടൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മുടെ വീട് പണി നടക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ ആൻറ്റിയുടെ വീട്ടിലായിരുന്നു ഈ ക്രിസ്മസ്. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ രാവിലെ പോയി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ 3 ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി അവർക്കൊക്കെ കേക്കൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്ന് കുറച്ച് ഫാമിലി ടൈമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്രിസ്മസ് ഡേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും 27th നമ്മുടെ ചേട്ടൻ്റെ എൻഗേജ്മെൻ്റ് ഡേറ്റ്. സോ 26 ഫുള്ള് അതിൻ്റെ തിരക്കായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ നല്ല രീതിയിൽ ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തായിരുന്നു. പക്ഷേ ഒന്നിനും ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. കാരണം ഒന്നാമത് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി ഓടിക്കുമ്പോഴൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി നേരെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി. അവിടെ വെച്ച് എൻഗേജ്മെൻ്റൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. എല്ലാവരും വന്നു, ഫാമിലി ഫുള്ള് വന്നു. കസിൻസ്, അവർ ചേട്ടന്മാർ, അനിയത്തിമാർ, അനിയന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്കിളുമാർ, ആൻറ്റിമാർ, എല്ലാവരും ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എൻഗേജ്മെന്റ്? അടിപൊളിയായിരുന്നു. സൂപ്പർ. സത്യം പറഞ്ഞാൽ വലിയ വ്ളോഗൊക്കെ എടുക്കണം എന്നുള്ള പ്ലാനിലാണ് വന്നത്. നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്ക് കിട്ടി. ഇപ്പോഴാണ് ഞാൻ ഒന്ന് ഇരുന്നത് ശരിക്കും വീട്ടിൽ. പിന്നെ ഞാൻ കുറേ ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ അതെല്ലാം കൂടി കണക്ട് ചെയ്ത് സെറ്റാക്കി വീഡിയോ ഇടാം. ഫുള്ള് വോയിസ് ഓവറുള്ള ഒരു വ്ളോഗായിരിക്കും മിക്കവാറും. എല്ലാവർക്കും
ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ആൻഡ് ലെറ്റ്സ് ഗോ. എന്താ വിഷയം എന്ന് പറഞ്ഞാൽ വെരി നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് നാട്ടിലോട്ട് എനിക്ക് എറണാകുളത്തോട്ട് വരണം എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും ടാസ്ക്കായിട്ട് എനിക്ക് വന്നത്. കാരണം എനിക്കൊരു പ്രൊമോഷൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 28th മോർണിംഗ് ഇവിടെ ഞാൻ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫുള്ള് എല്ലാം ഇങ്ങനെയൊക്കെ ഒതുക്കി സെറ്റ് ചെയ്ത് ഭയങ്കര വിഷമത്തോടെ ഇറങ്ങി വീട്ടിൽ നിന്ന്. കാരണം എനിക്ക് ഒരു 2 ദിവസം കൂടെയൊക്കെ നിൽക്കണമെന്നുണ്ടായിരുന്നു നാട്ടിൽ. ക്രിസ്മസ് ടൈമിൽ, പൊതുവെ ക്രിസ്മസ് ടൈം ഭയങ്കര അടിപൊളിയാണ് നാട്ടിൽ നിൽക്കാനായിട്ട്. പക്ഷേ എനിക്ക് ഈ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് നാട്ടിലോട്ട് വരേണ്ടി വന്നു. ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു 2 ദിവസത്തെ വ്ളോഗിൽ നടന്നത്. ഇത് ഞാൻ ഏറ്റവും ചെറുതായിട്ടാണ് പറഞ്ഞേക്കണേ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ലവ് യു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.